ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ എണീറ്റു, ഫ്രഷായി ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ്. ഇന്നിപ്പോൾ നേരെ ഓഫീസിൽ പോകണം, പിന്നെ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യണം, പിന്നെ വേറെ കുറേ കാര്യങ്ങളിങ്ങനെ പല വഴിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കാം. ഓക്കെ, അങ്ങനെ ഫ്രഷായി റെഡിയായി ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങി. നമ്മളിതാ വണ്ടി കയറി, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇനി ബെൽറ്റൊക്കെ ഇട്ട് വണ്ടി സെറ്റ് ചെയ്ത് ഇറങ്ങുവാണ്. ഹായ്, എൻ്റെ നൈബറാണ് പുള്ളിക്കാരി. കുഞ്ഞിനെ സ്കൂളിലോട്ടാക്കാൻ വേണ്ടി പോയതാണ്. നമുക്ക് ഡ്യൂട്ടിയിലോട്ട് നേരെ ഇറങ്ങാം. രാവിലെ വണ്ടിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഓഫീസാണ്. പക്ഷേ ഇന്നിപ്പോൾ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. എനിക്കൊരു ക്ലയൻറ്റിനെ കാണാനുണ്ട്. ക്ലയൻറ്റിനെയും കണ്ട് എന്നിട്ട് നമുക്ക് ഓഫീസിലോട്ട് കയറാം. ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് റോഡ് വലിയ തിരക്കൊന്നും കാണത്തില്ല എന്നാണ് വിശ്വാസം. പിന്നെ ക്ലൈമറ്റ് മോർണിംഗ് വലിയ ചൂടൊന്നുമില്ല, ചെറിയ വെയിലേ ഉള്ളൂ. നമുക്കിവിടെ നിന്ന് ആദ്യം പോകേണ്ടത് കുമാരപുരത്തൊരു ഹോട്ടലിലാണ്, മെഡിക്കൽ കോളേജിൻ്റെ അവിടെ പോയി ആ കസ്റ്റമറിനൊന്ന് കാണണം. ഒരു 30 മിനിറ്റ്സ് മാക്സിമം 1 അവർ. 1 അവറിനകത്ത് സംസാരിക്കാനേ ഉള്ളൂ, അത്രയ്ക്കേ ഉള്ളൂ. പുള്ളി ഒന്ന് കാണണം, കണ്ട് സംസാരിക്കണം. എന്നിട്ട് പിന്നെ അവിടെ നേരെ തിരിച്ച് ഓഫീസിലോട്ട് വരണം. പിന്നെ ഈ പോയിട്ട് വരുന്നതിനിടയിൽ വേറെ എന്തെങ്കിലും വർക്ക് വരുമോ എന്നറിയത്തില്ല. ഇപ്പോൾ രാവിലെ വേറെ പ്ലാനൊന്നുമില്ല. ഓഫീസിലാണ് പൊതുവെ മോർണിംഗ് ഇറങ്ങുന്നത് ഞാൻ. പക്ഷേ ഇന്നിപ്പം ഓഫീസിൽ ഇറങ്ങിയില്ല, നേരെ അങ്ങ് പോവുക. കാരണം ഇച്ചിരി ഡിലേ ആയി. പുള്ളി ഇന്നലെ പറഞ്ഞു വെച്ചിരുന്ന മോർണിംഗ് വരണമെന്ന്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ കണക്ക് ഡിലേ ആയിക്കഴിഞ്ഞാൽ പിന്നെയും ഡിലേ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അവർക്കും വേറെ എന്തെങ്കിലും പ്ലാനോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതാ സംഭവം. അപ്പോൾ ഓഫീസിൽ കയറിയില്ല. ഇനിയിപ്പോൾ നേരെ അങ്ങ് പോയി പുള്ളിയും കണ്ട് എന്തോ പറയുന്നത് നോക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ച്. അപ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ന്യൂ പ്ലാൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വീട്ടിൽ നിന്നായാലും വരും, അല്ലാണ്ടും വരും, എന്തെങ്കിലുമൊക്കെ വരും. നമുക്ക് സിറ്റിയിലോട്ട് പോകാൻ എളുപ്പ വഴി ഈ സബ് റോഡാണ്. ഈ സബ് റോഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ചെന്നെത്തുന്നത് ചാക്ക ജംഗ്ഷനാണ്. ചാക്ക ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പെട്ടെന്നായിട്ട് സിറ്റിയിൽ ഇറങ്ങാൻ പറ്റും. പേട്ട, പാളയം അങ്ങനെ പോകാൻ പറ്റും. ഇപ്പോൾ ഈ ബൈപ്പാസ് വർക്ക് നടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഈഞ്ചക്കലിൽ നിന്ന് സ്ട്രൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ത്രൂ ആയിട്ട് നമുക്ക് സിറ്റിയിലോട്ട് ഇറങ്ങാനും പറ്റും. പക്ഷേ ഈ മെഡിക്കൽ കോളേജ് ഭാഗത്തൊക്കെ പോകാനായിട്ട് എളുപ്പ വഴി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ പേട്ട ഈ റോഡ് തന്നെയാണ്. നമ്മുടെ ഇവിടെ നിന്ന് ഈഞ്ചക്കലിൽ നിന്ന് സബ് റോഡ് കയറി ത്രൂ നേരെ ചെല്ലുമ്പോൾ ചാക്ക സിഗ്നൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും നമ്മളിതേ എയർപോർട്ടിൻ്റെ അവിടെ എത്തി. ട്രിവാൻഡ്രം എയർപോർട്ടും കഴിഞ്ഞ് അനന്തപുരി ഹോസ്പിറ്റലും കഴിഞ്ഞു. നേരെ മുമ്പോട്ട് ചെല്ലുമ്പോൾ സിഗ്നൽ വരും. സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിൽ പോകാം. ഈഞ്ചക്കൽ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഈ ചാക്ക സിഗ്നൽ എപ്പോഴും നല്ല തിരക്കാണ്. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ തിരക്ക് വരുന്ന ഏരിയയാണ് ഈ പേട്ട ബ്രിഡ്ജും അത്യാവശ്യം നല്ല തിരക്കാണ്. പക്ഷേ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ കണക്കൊരു 2-3 മിനിറ്റ്സിനകത്ത് തന്നെ പാലം പാസ് ഔട്ടായി. ഇല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് മോർണിംഗ്. കാരണം ഈ പറഞ്ഞ കണക്ക് നിറയെ തിരക്കാണ്. എല്ലാവരും ഡ്യൂട്ടിയും ഓഫീസേഴ്സും എല്ലാവരുമായിട്ടും വർക്കിന് പോകാനും വരാനും അങ്ങനെ നല്ല ബ്ലോക്കാണ്. പക്ഷേ ഇന്ന് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പെട്ടെന്ന് തന്നെ പാലം പാസ് ഔട്ടായി. നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിൽ പേട്ട പോലീസ് സ്റ്റേഷൻ കിട്ടും. ഈ പേട്ട പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക. ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നേരെ പോകുന്ന മെഡിക്കൽ കോളേജ്. ലെഫ്റ്റ് എടുക്കാണ്ട് നേരെ പോയി കഴിഞ്ഞാൽ നേരെ ത്രൂ പോകുന്ന ജനറൽ ഹോസ്പിറ്റൽ, പാളയം അങ്ങനെ പോകും. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റാണ്. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാം. ഇവിടെ സിഗ്നലില്ല, പക്ഷെ പെഡസ്ട്രിയൻ ഉണ്ട്. സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം. ഈ ഭാഗം ഭയങ്കര ഡേഞ്ചറാണ് എപ്പോഴും. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നേരെ ചെന്ന് കുമാരപുരത്ത് കയറാം. കണ്ണമൂല ബ്രിഡ്ജ്, കണ്ണമൂല കഴിഞ്ഞാൽ കുമാരപുരം. ശരിക്കും പറഞ്ഞാൽ മോർണിംഗ് എണീറ്റ് കഴിഞ്ഞ് ഫ്രഷായി ഡ്രസ്സും മാറി ഇങ്ങ് ഇറങ്ങുമായിരുന്നു. ഫുഡൊന്നും കഴിച്ചില്ല. ഇനിയിപ്പം ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ടൊന്നെങ്കിൽ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് വീട്ടിൽ വന്നിട്ട് കഴിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉച്ച കഴിയുമെന്ന് തോന്നുന്നു. അപ്പോൾ വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ ചോറ് കഴിക്കാം, അതേ നടക്കത്തുള്ളൂ മേ ബി. ഈ ഏരിയയിൽ കൂടുതൽ താമസം ഡോക്ടേഴ്സാണ്. ഈ കുമാരപുരം, കണ്ണമൂല, മെഡിക്കൽ കോളേജ് ഭാഗം. കാരണം ഈവൻ ഹോസ്പിറ്റൽ സൈഡ് ആയതുകൊണ്ട് ഒത്തിരി ഡോക്ടേഴ്സും ഉണ്ട്, ക്ലിനിക്സ് ഉണ്ട്, ഫിസിയോതെറാപ്പി സെൻ്ററുണ്ട്. ഈ ഏരിയയിൽ കൂടുതലും ഈ പറഞ്ഞ കണക്ക് ഡോക്ടേഴ്സാണ് മെയിൻലി താമസം. കൂടുതലും ഡോക്ടേഴ്സാണ്.
അവർ തന്നെയാണ് ഈ ഏരിയ ഫുള്ളായിട്ട് കീപ്പ് ചെയ്യുന്നത്. പിന്നെ നല്ല ഏരിയയാണ്, വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, സിറ്റിയാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കണക്ക് കണ്ണമൂല ബ്രിഡ്ജ് എത്തി. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ ചെല്ലുമ്പോൾ ഒരു ബ്യൂട്ടി സലൂണുണ്ട്, ഫെയർ എന്ന് പറയുന്നത് ബ്യൂട്ടി സലൂണുണ്ട്. പിന്നെ ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പട്ടത്ത് പോകാൻ പറ്റും, ഈസി ആയിട്ട് പട്ടം പോവാം. നമുക്കിപ്പോഴും നേരെയാണ് പോകേണ്ടത്. നേരെ പോയി ഈ ഫെയർ എന്ന് പറയുന്ന ഒരു സലൂൺ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരും. ഫെയറും കഴിഞ്ഞ് മുമ്പോട്ട് നേരെ ചെന്ന് കഴിയുമ്പോൾ കുമാരപുരം എത്തും. പിന്നെ കുമാരപുരത്ത് തന്നെ ഈ പറഞ്ഞ കണക്ക് ഒരു എൻജിനീയറിംഗ് കോളേജ് ഉണ്ട്, ജോൺ കോക്സ് എൻജിനീയറിംഗ് കോളേജ്. നമ്മളിപ്പോൾ അതേ കുമാരപുരം സിഗ്നൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഇച്ചിരി തിരക്കുണ്ട്, പക്ഷേ എന്നാലും സിഗ്നൽ പെട്ടെന്ന് കട്ടാവും. ഇവിടുത്തെ സിഗ്നൽ പെട്ടെന്ന് ഓഫാവും. പിന്നെ നമ്മളത് ഇവിടെ നിന്ന് റൈറ്റ് എടുക്കുന്നു, റൈറ്റ് എടുത്ത് നേരെ താഴോട്ട് പോകുന്നു. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ കോസ്മോ ഹോസ്പിറ്റലുണ്ട്, പിന്നെ GG ഹോസ്പിറ്റൽ, ഒത്തിരി ഹോസ്പിറ്റൽസ് ഉണ്ട്, കോസ്മോ, GG. പിന്നെ ഇതല്ലാണ്ട് തന്നെ ഒത്തിരി ക്ലിനിക്സ് ഉണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്താറായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 300 മീറ്ററും കൂടെ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും. നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു. ഇവിടെ വണ്ടി ഇട്ടിട്ട് കീ അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ പാർക്ക് ചെയ്തോളും. തിരിച്ചു വരുമ്പോൾ നോക്കിയാൽ മതി. അങ്ങനെ അതാ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇത് പിന്നെയും വണ്ടി എടുത്തു. അവിടെ നിന്ന് പാർക്കിങ്ങിൽ നിന്ന് അവർ വണ്ടി കൊണ്ട് തന്നു. അവിടെ നിന്ന് വണ്ടി എടുത്തത് ഇവിടെ നിന്ന് ഇറങ്ങി ഇത് ഇനി നേരെ അങ്ങ് ഓഫീസിൽ പോകണം. ഇനിയിപ്പോൾ നേരെ ഓഫീസിൽ പോയി ഓഫീസിലെ വർക്കെല്ലാം എന്തൊക്കെ പെൻഡിങ് ഉണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്യണം. ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം. വേറെ ഏതെങ്കിലും കസ്റ്റമർ ലീഡുണ്ടോ എന്ന് നോക്കണം. കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി വിടണം. തിരിച്ചുള്ള റോഡ് അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. കാരണം സിഗ്നലെല്ലാം നല്ല ടൈറ്റാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പം നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോവാം. നേരെ വേണമെങ്കിലും പോവാം. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലുലുവിൻ്റെ അതിലെ ബൈപ്പാസ് കയറാൻ പറ്റും, കിംസ് ഹോസ്പിറ്റൽ വഴി. ഞാൻ പിന്നെ പൊതുവെ ഈ റോഡാണ് പ്രിഫർ ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഈ റോഡാണ് കൂടുതൽ താല്പര്യം. നമുക്ക് ഈ പറഞ്ഞ കണക്ക് പേട്ട, ചാക്ക അങ്ങനെ കയറുന്നതാണ് കൂടുതൽ എനിക്ക് സൗകര്യം. ഹൈവേ വേണമെങ്കിലും കയറാം, ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ തിരിച്ച് ചാക്കയിലെത്തി കഴിഞ്ഞു. അവിടെ നിന്ന് ചാക്കയിലെത്തി. ഇവിടെ ഒരു സിഗ്നലുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ കാർ കൊണ്ട് വീട്ടിൽ ഇട്ടിട്ട് ബൈക്ക് എടുത്ത് ഓഫീസിൽ പോകുന്നതെന്നല്ല. കാരണം ഓഫീസിൽ നിന്ന് അങ്ങോട്ടോ പോകണമെങ്കിൽ ബൈക്കാണ് കുറച്ചുകൂടെ കംഫർട്ട്. കാരണം സിറ്റിക്കകത്താണ് പോകുന്നതെങ്കിൽ കാറും കൊണ്ട് പോയി കഴിഞ്ഞാൽ സമയത്ത് എത്തത്തുമില്ല, തിരിച്ച് പെട്ടെന്ന് വരാനും പറ്റത്തില്ല. ബൈക്കാവുമ്പോൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും പറ്റും, എല്ലായിടത്തും പെട്ടെന്ന് പാർക്ക് ചെയ്യാനും എടുക്കാനൊക്കെ സൗകര്യമായിരിക്കും. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ വീട്ടിലേക്ക് പോകാനും. നമ്മൾ കാർ കൊണ്ട് വീട്ടിൽ ഇട്ടിട്ട് അവിടെ നിന്ന് നമുക്ക് ബൈക്ക് എടുക്കാം. അതാ ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. നമ്മളിത് ആ കാറ് വീട്ടിലിട്ടു. ഇനിയിപ്പോൾ അതേ വൈഫിൻ്റെ കയ്യിൽ ബൈക്കിൻ്റെ കീ ഒന്ന് എടുത്ത് തരാൻ പറഞ്ഞു. കീ ഇപ്പോൾ കിട്ടും. കീ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബൈക്ക് എടുത്തിട്ട് നേരെ ഓഫീസിൽ പോകാം. അതാ ബെറ്റർ. അങ്ങനെ നമ്മൾ ഓഫീസിലെത്തി. ഓഫീസിൽ വന്ന് ഇച്ചിരി വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ വിളിക്കുക, ഇത് കണക്ക് ഉമ്മയുടെ വാപ്പാക്ക് ഇത് കണക്കൊന്ന് ഹോസ്പിറ്റലിൽ നൈറ്റ് ടെസ്റ്റായിട്ടൊന്ന് ഒരാവശ്യമായിട്ട് പോകണം. അപ്പോൾ പിന്നെ ഉപ്പായം കൊണ്ട് ഇനി ഒന്ന് ഹോസ്പിറ്റലിൽ പോവാം. പിന്നെയും തിരിച്ച് വന്ന് വീട്ടിൽ നിന്ന് ബൈക്ക് വെച്ചിട്ട് പിന്നെ കാറെടുത്ത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിസൈസ് ഹോസ്പിറ്റലിലോട്ടാണ്. ട്രിവാൻഡ്രം പട്ടം PMG പ്രിസൈസ് ഹോസ്പിറ്റൽ. പട്ടം പൊതുവെ ഭയങ്കര ട്രാഫിക് ജാമുള്ളൊരു ഏരിയയാണ്. ഭയങ്കര തിരക്കാണ് പൊതുവെ. നല്ല ട്രാഫിക്കാണെന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക്കാണ്. സമയത്ത് ഒരിടത്തും എത്തത്തില്ല, അത്ര തിരക്കാണ്. പക്ഷേ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ട്. അങ്ങനെയും മുമ്പോട്ട് പോവുക. ഇനിയിപ്പം
ഇവിടുന്ന് ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ PMG എത്തി. PMGൻ്റെ അവിടെ ലെഫ്റ്റ് സൈഡിലാണ് പ്രിസൈസ്. പുതിയതുണ്ട് പഴയതുണ്ട്, 2 ബ്ലോക്കുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയതിലായിരിക്കുമെന്ന് തോന്നുന്നു ഇപ്പോഴും കാണിക്കുന്നത്. ഇതിന് മുമ്പ് കാണിച്ചുകൊണ്ടിരുന്നത് പഴയതിലാണ്. പക്ഷേ ഇത്തവണ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പുതിയതിലാണ് വരേണ്ടതെന്ന് പറഞ്ഞു. അപ്പോയിൻമെൻറ്റ് പുതിയതിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പോഴെത്തും. നമ്മളിത് പുതിയ പ്രിസൈസ് ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയായിരുന്നു. ഇവിടെ കാർ പാർക്കിംഗ് നല്ല കുറവാണ്. ഇതിന് മുമ്പത്തേലൊട്ടുമില്ല. ഇവിടെ പിന്നെ ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇവർക്ക് വേറൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഈ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് SVTVSൻ്റെ സൈഡിലായിട്ടൊരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നമ്മൾ കീ കൊടുത്തു കഴിഞ്ഞാൽ അവർ വണ്ടി കൊണ്ട് അവിടെ ഇട്ടിട്ട് നമ്മൾ എപ്പോഴാണോ ഇറങ്ങുന്നത് അപ്പോഴും തിരിച്ചവർ തരും. പിന്നെ ഞാൻ പിന്നെ അത് ചെയ്തില്ല. ഇവിടെ എനിക്കൊരു സ്പേസ് കിട്ടിയപ്പോൾ ഞാൻ ഇതിനകത്തൊരു ഗ്രൗണ്ട് കിട്ടി. അങ്ങനെ പിന്നെ അതിനകത്തോട്ട് കയറ്റി ഇട്ടായിരുന്നു വണ്ടി. 2 വണ്ടി ഓൾറെഡി ഉണ്ട്. പിന്നെ എൻ്റെ വണ്ടിയും കൂടെ പാർക്ക് ചെയ്തു. ഉപ്പാക്ക് എന്തോ ഐ ടെസ്റ്റിൻ്റെ ഒരു ആവശ്യമായിട്ട് വന്നതാണ്. പെട്ടെന്ന് കഴിയും, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ചെന്നു, നമ്പർ വിളിച്ചു, അങ്ങനെ അകത്ത് കയറി. ഞാനവിടെ വെയിറ്റിംഗ് ആയിട്ടിരിക്കുക. ഇനിയിപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങും. ഒരു 10-15 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഐ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മളിതേ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങി നേരെ ഇങ്ങ് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ എത്തിയായിരുന്നു. അവിടെ നിന്ന് നേരെ ഇനി നമ്മൾ വീട്ടിൽ പോവുക. വീട്ടിൽ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് നേരെ എനിക്ക് ഓഫീസിൽ കയറണം. ഡോക്ടർ പറഞ്ഞ് കണ്ണിൽ കൂടുതൽ വെയിലടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സൺഷെയ്ഡ് താഴോട്ടാക്കി വെച്ചു. അതാണ് നിങ്ങളുടെ വിസിബിലിറ്റി ഇച്ചിരി അങ്ങ് താഴെ പോയത്. മറ്റേ സൺഷെയ്ഡ് മേളിലോട്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് വിൻഷീൽഡിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റും, റോഡ് വിസിബിലിറ്റി കിട്ടും. പക്ഷേ കൂടുതൽ കണ്ണിലോട്ട് കൂടുതൽ വെയിൽ കൂടുതൽ കൊള്ളണ്ടെന്ന് ഡോക്ടർ ഇതേണൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്തൊരു ചെക്കപ്പും കൂടെ ഉണ്ട്. അത് എന്തോ ഒരു മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. ആ മെഡിസിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടർ പറയുമെന്ന് പറഞ്ഞു. വിളിച്ചെന്ന് ചോദിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറഞ്ഞായിരുന്നു. ഇതെല്ലാം പറഞ്ഞ് 2 മെഡിസിനും മേടിച്ച് അവിടെ നിന്ന് നേരെ നമ്മളിത് വീട്ടിലോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പുളിമൂട് ജംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് നേരെ ആയുർവേദ കോളേജിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം നല്ല വെയിലുണ്ടെന്ന്. നല്ല വെയിലും നല്ല ചൂടുമുണ്ട്. കാരണം വണ്ടിക്കകത്തിരുന്നപ്പോൾ അറിഞ്ഞില്ല. പ്രിസൈസിലോട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പം നല്ല വെയിലുണ്ട്, നല്ല ചൂടായിരുന്നു. പിന്നെ അകത്ത് കയറി ഇരുന്നപ്പോഴാണ് ഇച്ചിരി ആശ്വാസം കിട്ടിയത്. ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ഇനിയിപ്പം വീട്ടിൽ കയറി ഒന്നും കഴിക്കാനുള്ള ടൈം എനിക്കില്ല. അപ്പോൾ ഇനിയിപ്പം എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കണം, അങ്ങനെ പ്ലാൻ ഇട്ടിരിക്കും. അപ്പം എനിക്ക് ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ ചോറ് കഴിക്കാനായിട്ടൊരു മൂഡ് കിട്ടുന്നില്ല. അപ്പം ഞാൻ ഉപ്പാട്ടെ പറഞ്ഞ് നമുക്ക് പുറത്ത് കയറിയിട്ട് എന്തെങ്കിലും വേറെ ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിച്ചാലോ എന്ന്, ഈ ചോറല്ലാണ്ട് വേറെ എന്തെങ്കിലും. അപ്പോൾ ഉപ്പ പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 2 പേരും കൂടെ ഊണ് കഴിച്ചില്ല. ഊണ് കഴിക്കാണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഹോട്ടൽ പ്ലാനായിട്ട് കിട്ടുവാണെങ്കിൽ, മനസ്സിൽ വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങോട്ട് മാറും. ഇങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴും പെട്ടെന്നൊരു ഐഡിയ ആയിട്ട് റാജില ഹോട്ടലിൽ പോയാലോ എന്ന്. റാജിലയിലാകുമ്പം മട്ടനും ഒറട്ടിയും കിട്ടും, നല്ല ഫുഡാണ് അത്യാവശ്യം. അങ്ങനെ നമ്മളിത് 2 പേരും കൂടെ നേരെ റാജില ഹോട്ടലിൽ വന്നു. ഒറട്ടിയും മട്ടനും ഓർഡറാക്കി വെയിറ്റ് ചെയ്തിരിക്കുക. ഒറട്ടി വന്നെണ്ണേ തന്നെ കുറച്ച് ഞാൻ പിച്ച് കഴിച്ചായിരുന്നു. അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്ക് ഇപ്പം പുള്ളി കൊണ്ടുവരും. പുള്ളി കൊണ്ടുവന്നിട്ട് വേണം കഴിക്കാൻ. രാവിലെയും ഫുഡൊന്നും കഴിച്ചില്ല, നല്ല വിശപ്പുണ്ട്. ഫുഡ് എത്തിയായിരുന്നു, ഒറട്ടിയും മട്ടനും. ഇതും കഴിച്ച് നേരെ ഞാൻ ഓഫീസിലോട്ട് കയറി. ഉപ്പായും വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് ഓഫീസിലോട്ട് കയറി. ഓഫീസിലുള്ള വർക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് പെൻഡിങ് വർക്കും ഉണ്ട്, അല്ലാണ്ടുള്ള ഡെയിലി വർക്കും ഉണ്ട്. ഇത് രണ്ടും ചെയ്ത് തീർത്തിട്ട് വേണം ഇനി ചാരി ഇരിക്കാൻ. ഓഫീസിൽ ഉച്ചയ്ക്കേ കയറിയതാണ്. ഇപ്പോൾ ഇരുന്നിരുന്ന സമയം 9 മണി അടുപ്പിച്ചാവാറായി. വൈഫിൻ്റെ ഒരു മെസ്സേജ് പുറത്തോട്ട് പോയാലോ. അങ്ങനെ അവിടെ നിന്ന് ബൈക്കിൻ്റെ കീയോ എടുത്ത് നേരെ ബൈക്ക് കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് കാറെടുത്ത് നേരെ വൈഫുമായിട്ട് നേരെ ലുലുലോട്ട് കയറാനൊരു പ്ലാനായി. ഒരു ദിവസം അങ്ങ് തീരാറായി. ഇനി ഇവിടെ നിന്ന് നേരെ ലുലു പോകാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. ഇനി ഇവിടെ നേരെ ലുലുവിൽ പോകണം. ജാസ്മിൻ എല്ലാ ദിവസവും എവിടെയെങ്കിലും നൈറ്റ് കറങ്ങാൻ പോയാലേ ഒരു ആശ്വാസം കിട്ടത്തുള്ളൂ വീട്ടിൽ. കാരണം വീട്ടിൽ തന്നെ ഫുൾ ടൈം ഇരിക്കുന്നതല്ലേ. ഇപ്പോൾ കോളേജൊന്നും ഇല്ല, എക്സാമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് മിക്കപ്പോഴും ഈ പറഞ്ഞ കണക്ക് രാത്രിയാകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഔട്ടിംഗ് ആയിട്ട് വെറുതെ എങ്കിലും ഒന്ന് വണ്ടിയിൽ കയറി ഇരുന്നാലേ ഒരാശ്വാസം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയ 1-2 പർച്ചേസും ഉണ്ട്. 1-2 ചെറിയ ചെറിയ പർച്ചേസേ ഉള്ളൂ.
അപ്പോൾ അതും മേടിച്ചൊന്ന് ലുലുവും കണ്ട് ഒരു ഔട്ടിങ് പോലെ കറങ്ങിയിട്ട് തിരിച്ച് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ലുലു എത്തി. ലുലുവിൽ കയറി. ലുലുവിൻ്റെ പാർക്കിങ്ങിലോട്ട് ദേ എൻട്രി ആയി. ഇനിയിപ്പോൾ പാർക്കിംഗ് അടിച്ച് എൻട്രി ഇട്ടിട്ട് നേരെ ലുലു മാളിൽ കയറി ഒരു ചെറിയ കറക്കം, അത്ര തന്നെ. അതും കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകണമെന്നാണ് പ്ലാൻ. അത് കണക്കായിരിക്കുമെന്ന് തോന്നുന്നു. ലുലുവിനകത്ത് അത്യാവശ്യം തിരക്കുണ്ട്. കാരണം ഈസ്റ്ററിൻ്റെ ഇതായതുകൊണ്ട് തിരക്കുണ്ട്, ചെറിയ രീതിയിൽ തിരക്കുണ്ട്. ഇനിയിപ്പോൾ നാളെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. കാരണം ഈസ്റ്ററും കൂടെ അല്ലേ, ഹോളിഡേ, സൺഡേ, ഈസ്റ്റർ. ലുലുവിലോട്ട് വന്നപ്പോഴാണ് കണ്ടത്. ലുലുവിൽ ബുക്കിൻ്റെ ഫെസ്റ്റിവൽ നടക്കുക, ലുലു റീഡേഴ്സ് ഫെസ്റ്റ്. മിക്ക ബുക്കുകളും ഇവിടെ ഉണ്ട്. എല്ലാ ബുക്കും, അതായത് സ്റ്റോറീസ്, ഫിക്ഷൻ, എല്ലാ ബുക്സും ഉണ്ട്. റൈറ്റിങ്സ് ആയാലും എല്ലാ ടൈപ്പ് ബുക്സും ഇവിടെ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഡി സി ബുക്സാണ് ഇത് നേരിട്ട് നടത്തുന്നതെന്ന് തോന്നുന്നു. കാരണം DC ബുക്സിൻ്റെ സ്റ്റാഫായിരുന്നു, റിപ്രസെൻറ്റേറ്റീവ്സ് ആയിരുന്നു അവിടെ കൂടുതലായിട്ട് നിന്നത്. ജാസ്മിനെ 1-2 ബുക്ക് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി ബുക്കുണ്ട്, ഒരുപാട് ബുക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി റെയർ ബുക്കുകളായിരിക്കും കൂടുതലായിട്ട് ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ ബുക്കിൻ്റെ സെക്ഷനിൽ നിന്ന് ഇറങ്ങി നേരെ സൂപ്പർ മാർക്കറ്റിനകത്തോട്ട് കയറി. അതിനകത്ത് കയറിയപ്പോഴും ഈ പറഞ്ഞ കണക്ക് ബുക്സ്, പെൻസിൽ, സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ് ഫുള്ളായിട്ട് ഡിസ്കൗണ്ട് ഓഫർ ഇട്ടേക്കുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ സെക്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് നടന്നു. പർച്ചേസ് ആയിട്ടല്ല, പക്ഷേ എന്നാലും ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം. അപ്പോൾ എല്ലാം ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാഗ്സ് എല്ലാം ഓഫേഴ്സ് ഇട്ടേക്കുന്നു. അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് അവർ ഇട്ടേക്കുന്നത്. 25%, 50%, അങ്ങനെ ഒത്തിരി ഓഫേഴ്സായിട്ട് ഇട്ടേക്കും. ഒത്തിരി ബാഗ് കളക്ഷനായിട്ട് സെപ്പറേറ്റ് ഒരു സ്റ്റോർ പോലെ ഫുള്ളി ഒരു സൈഡ് ഫുള്ളായിട്ട്. അതും കഴിഞ്ഞ് പയ്യെ മുമ്പോട്ട് നടന്നപ്പോൾ ദേ വീട്ടിലെ കിച്ചൺ സെറ്റിൻ്റെ സൈഡിലോട്ട് എത്തി. കിച്ചൺ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉമ്മായും ജാസ്മിനും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത്തായി ഇതേ കണക്കാണ് ഓടി ഈ ഭാഗത്തോട്ട് വരും. അതും കഴിഞ്ഞ് നമ്മളിതേ കുറച്ചും കൂടെ മുമ്പോട്ട് നടന്നപ്പോഴത്തേക്ക് ഫ്രൂട്ട്സിൻ്റെയൊക്കെ സെക്ഷൻ എത്തി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് വീട്ടിലത്തേക്ക് 1-2 സാധനങ്ങൾ മേടിക്കണമെന്നുള്ള മൈൻഡിലായി. ഔട്ടിങ്ങായിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്ക് വന്ന് കയറിയപ്പോൾ 1-2 സാധനങ്ങളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതും മേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി നല്ല ടയേർഡാണ്, നല്ല ലേറ്റുമായി. 9-10 മണി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇവിടെ ഒരു കൗണ്ടർ, ഇത് ഈസ്റ്ററിൻ്റെ കൗണ്ടറായിട്ട് ഫുഡിൻ്റെ പ്രോൺസ് ഉലർത്തിയത്, പിന്നെ ഒത്തിരി ഐറ്റംസ് ഏതൊക്കെയോ ഉണ്ട്. ഒത്തിരി ഐറ്റംസ് ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കി. പിന്നെ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ, ഇങ്ങനെ എല്ലാം നോക്കിപ്പോയി. ഇതൊന്നും പർച്ചേസ് ആക്കിയില്ല. നേരെ നോക്കി ഇങ്ങനെ കണ്ട് നടന്ന് മുമ്പോട്ട് പോയി. ഇത് കഴിഞ്ഞപ്പോൾ തൈരും ഐസ്ക്രീമും വേണമെന്ന് ഇതേണൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നെങ്കിൽ തൈരിൻ്റെ അടുത്തോട്ട് ആദ്യം പോകാമെന്ന് വെച്ചാൽ അങ്ങനെ തൈരിൻ്റെ അടുത്ത് വന്നപ്പോൾ പ്രോബയോട്ടിക് തൈര് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രോബയോട്ടിക് ഒരു തൈരെടുത്തു. പ്രോബയോട്ടിക്കും നോക്കി. അവിടെ നിന്ന് നേരെ അടുത്ത് ഇനി ഐസ്ക്രീമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകണം. എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇതേണൊക്കെ മേടിക്കാമെന്ന് വിചാരിക്കും. പ്രത്യേകിച്ചൊരു പ്ലാനില്ലാണ്ടൊരു യാത്രയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ ചോക്കോ പൈ കണ്ടു. ഇത് കണ്ടപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു, ഇത് വേണമെന്ന് തോന്നി. അങ്ങനെ അതും പർച്ചേസാക്കി. അവിടെ നിന്ന് നേരെ ഐസ്ക്രീമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കയറി. ഐസ്ക്രീം ഒരെണ്ണം, മിൽമയുടെ ഒരു ഐസ്ക്രീം വാനില ഫ്ലേവർ, അതും എടുത്ത് നേരെ ഇനി കൗണ്ടറിലോട്ട് പോകണം. കൗണ്ടറിൽ കൊണ്ടുപോയി ബില്ല് ചെയ്യുക, പുറത്തിറങ്ങുക, നേരെ വീട് പിടിക്കുക. അതാണ് മെയിൻ ആഗ്രഹം ഇപ്പം. കാരണം ഞാൻ നല്ല ടയേർഡായി നിൽക്കുക. അങ്ങനെ കൗണ്ടറിൽ ചെന്നു, ബില്ലിംഗ് സെക്ഷനിലെത്തി, ബില്ലടിച്ച് കഴിഞ്ഞ് നേരെ ഇറങ്ങി, നേരെ നടന്ന് നേരെ പാർക്കിങ്ങിലോട്ട് നടക്കുക. ഇനി ഇവിടെ നിന്ന് പാർക്കിംഗ് എത്തണം, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും മസാജ് ചെയർ കണ്ടു. ഇതിലോട്ട് കയറണമെന്നൊരു ചെറിയ ആഗ്രഹമുണ്ട്. ടൈം ഡിലേ ആവും, അത് ആലോചിച്ചിട്ട് പിന്നെ കയറിയില്ല. പിന്നെ മുമ്പോട്ട് നേരെ പാർക്കിങ്ങിലോട്ട് നടന്നു. പാർക്കിങ്ങിൽ നടന്നു കഴിഞ്ഞ് നേരെ വണ്ടിയിലോട്ട് കയറി. വണ്ടി കയറിയപ്പോൾ തന്നെ ചോക്കോ പൈ പൊട്ടിച്ച് ജാസ്മിൻ കഴിച്ചു. കാരണം ജാസ്മിൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് ചോക്കോ പൈ എല്ലാം. അതും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്